ബെൻസൻ, ഇപ്പോ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നേതാക്കളൊക്കെ പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് എത്രത്തോളം ഫലം ചെയ്യുന്നുണ്ട്? കാരണം കൂക്കി വിളികളൊക്കെ കേൾക്കാം. അതെ, സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ നേതാക്കൾ ഉൾപ്പെടെ പ്രാദേശികരായിട്ടുള്ള നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ നമ്മൾ KM അർജിത്തിനെ അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അതോടൊപ്പം തന്നെ കർഷക കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഈ പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ ഈ പ്രവർത്തകർ ഇത്തരത്തിൽ പോലീസിനെതിരെ ഗോബാക്ക് വിളികൾ മുഴക്കിക്കൊണ്ട് പോലീസ് ഇവിടെ നിൽക്കരുത്, പോലീസിന്റെ സംരക്ഷണം തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത്. പോലീസിനെതിരെ ഗോബാക്ക് വിളികൾ മുഴക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ KC വേണുഗോപാൽ MP ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായി ഇവിടേക്ക് എത്തിയപ്പോൾ MP-ക്ക് ഒരു സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചുറ്റും കൂടിയത്. പക്ഷേ ആ പോലീസ് ഉദ്യോഗസ്ഥരെ അത്തരത്തിൽ തങ്ങൾക്ക് അവരുടെ സംരക്ഷണം ആവശ്യമില്ല, പോലീസ് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നത്. നിലവിൽ ഒരു ചെറിയ അയവ് വന്നിട്ടുണ്ട് എങ്കിലും പോലീസിനെതിരായിട്ടുള്ള മുദ്രാവാക്യം ഒരു വശത്ത് മാറി നിന്ന് പ്രവർത്തകർ മുഴക്കുന്നുണ്ട്. അതേസമയത്ത് വേദിയിൽ ഈ പ്രതിഷേധ സംഗമം തുടരുകയാണ്. അവിടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു പ്രതിഷേധം നടക്കുന്നത്. ചുറ്റിനും വലിയ സംഘർഷ സാധ്യത ഉള്ളതിനാൽ തന്നെ ചുറ്റിനും വലിയ പോലീസ് സന്നാഹം തന്നെയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ തന്നെ അത്തരത്തിൽ വലിയൊരു സംഘർഷം ഉണ്ടായാൽ അതിനെ നേരിടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സന്നാഹവും പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ KC വേണുഗോപാൽ ഉൾപ്പെടെ ഇവിടെ എത്തുകയും അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വൈകാരികമായിട്ട് തന്നെയാണ് ഈ പ്രവർത്തകർ, ഈ പ്രാദേശികരായിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള സാധാരണ പ്രവർത്തകർ ഷാഫി പറമ്പിൽ MP-ക്ക് മർദ്ദനം നേരിട്ടതിനെ കാണുന്നത്. അതിനാൽ തന്നെ അത്രത്തോളം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്നലെ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് നൈറ്റ് മാർച്ചുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്നും പല സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ പ്രാദേശിക തലത്തിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഇന്നും നമ്മൾ കണ്ടു. ഇന്നലെ ഈ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടായി അല്ലെങ്കിൽ ഈ ഒരു അതിക്രമം നടന്ന പേരാമ്പ്രയിൽ തന്നെ അത്തരത്തിലൊരു പ്രതിഷേധ സംഗമം നടക്കുമ്പോൾ അത് ഇത്രത്തോളം വൈകാരികമാകാനുള്ള സാധ്യതയും ഉള്ളത് തന്നെയാണ്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രവർത്തക പങ്കാളിത്തം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും UDF പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനാൽ തന്നെയാണ് ഇത്രത്തോളം വൈകാരികമായിട്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തെ അല്ലെങ്കിൽ അത് മാത്രമല്ല, കാരണം ഇത് ഇന്നലെ വൈകുന്നേരം പോലും ഇന്നലെ രാത്രി പോലും ഈ സംഭവം ഉണ്ടായതിനു ശേഷവും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെയും പ്രതികരിച്ചത് ഞങ്ങളാരും ഷാഫി പറമ്പിൽ MP-യെ ആക്രമിച്ചിട്ടില്ല, ഇത് ഈ സ്വയം രക്ഷാർത്ഥം ടിയർ ഗ്യാസ് ഉപയോഗിച്ചപ്പോൾ MP-ക്ക് പരിക്കേറ്റതാണ് എന്ന തരത്തിലൊക്കെയായിരുന്നു. പക്ഷേ ഇന്ന് ആ വാദങ്ങളൊക്കെ പൊളിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങൾ കൂടി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി പോലീസിനും ഒരു പ്രതിരോധം തീർക്കാൻ കഴിയില്ല ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് പോലീസിന്റെ ലാത്തി ചാർജിലല്ല ഷാഫി പറമ്പിൽ MP-ക്ക് പരിക്കേറ്റത് എന്ന വാദമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നത്. എന്നാൽ അതിനെ ഗണ്ണിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നപ്പോൾ മറുത്തൊന്നും പറയാനാവാത്ത തരത്തിൽ പോലീസും പ്രതിരോധത്തിലായിരിക്കുകയാണ്. നിലവിൽ നമുക്കിപ്പോൾ കാണാം, എനിക്ക് പിന്നിലായി അങ്ങ് ദൂരെ ദൃശ്യങ്ങളിൽ കാണാം, അവിടെ KC വേണുഗോപാൽ MP അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു നരനായാട്ടാണ്, കൃത്യമായും ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന ആരോപണമാണ് നേതാക്കളും അതോടൊപ്പം തന്നെ സാധാരണ പ്രവർത്തകരും ഉന്നയിക്കുന്നത്. അതിന് കാരണം സംസ്ഥാന സർക്കാരിനെതിരെ ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം തന്നെ ഉയർന്നു വന്നിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ആരോപണങ്ങളുണ്ട്, വിവിധങ്ങളായിട്ടുള്ള വിവാദ വിഷയങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാനമായി ഉയർന്നു വന്ന സ്വർണ്ണപ്പാളി വിവാദമടക്കം ഇവയിൽ നിന്നെല്ലാം ഈ ഒരു ചിന്ത അല്ലെങ്കിൽ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. അതിനായിട്ടാണ് ഇത്തരത്തിൽ പോലീസിനെ ഉപയോഗിച്ച് നരനായാട്ട് നടത്തുന്നത് എന്ന ആരോപണമാണ് UDF നേതൃത്വവും അതോടൊപ്പം തന്നെ സാധാരണ പ്രവർത്തകരും ഉന്നയിക്കുന്നത്. അതിനാൽ തന്നെ ഷാഫി പറമ്പിൽ MP-ക്ക് മർദ്ദനത്തെ അതീവ ഗൗരവമായി കാണുന്നു, അതീവ വൈകാരികമായി തന്നെ കാണുന്നു. അതുകൊണ്ടാണ് ഈ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ ഇത്രയധികം വൈകാരികമായി തന്നെ പ്രതിഷേധിക്കുന്നത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. നിലവിൽ ഇപ്പോൾ ഈ ഒരു സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. പോലീസ് അല്പം ഒരു വശത്തേക്ക് മാറി തന്നെയാണ് ഇപ്പോൾ പോലീസ് നിലയുറപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ഈ ബസ് സ്റ്റാൻഡിന്റെ നടുഭാഗത്തായിട്ടാണ് അല്ലെങ്കിൽ ഒരു വശത്താണ് പന്തൽ കെട്ടിയിട്ട് ഈ ഒരു പ്രതിഷേധ സംഗമം നടക്കുന്നത്. നടുഭാഗത്തായിട്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. അവരിപ്പോൾ മറ്റൊരു വശത്തേക്ക് മാറി നിൽക്കുന്നു. പൂർണ്ണമായും തന്നെ കാരണം ഒരു പ്രതിഷേധത്തിന് രണ്ട് കൂട്ടരും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോ അവിടുത്തെ നേതാക്കളാണെങ്കിലും പ്രവർത്തകരോടൊക്കെയും നിങ്ങൾ സംയമനം പാലിക്കണമെന്ന്, ഒരു അതിക്രമത്തിന് മുതിരരുത് എന്നും പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ പോലീസും ഒരു അക്രമത്തിന് മുതിരാതെ പോലീസും സംയമനം പാലിച്ച് ഒരു വശത്തേക്ക് മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളത് അത് അസാധ്യ മൂലമാണ് ഉണ്ടായിട്ടുള്ളത്. അതെ സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ
പോലീസിന്റെയും അതോടൊപ്പം തന്നെ UDF നേതൃത്വത്തിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നേതാക്കൾ എല്ലാവരും തന്നെ പൂർണ്ണമായും ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള സംഘർഷാവസ്ഥയിലേക്കും പോകരുത്, പോലീസിനെതിരെ പ്രതിഷേധം ഉണ്ടാകരുത് എന്ന് ബെൻസൻ, ഇപ്പൊ അവിടെ വേദിയിൽ ആരൊക്കെയുണ്ട് ബെൻസൻ? മുതിർന്ന നേതാക്കളൊക്കെ ഉണ്ടോ? സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ അതിനെടുക്കുന്നു. സേതുലക്ഷ്മി, ഇപ്പോൾ വേദിയിൽ KC വേണുഗോപാൽ MP ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് ദീപദാസ് മുൻഷിയുണ്ട്, MK രാഘവൻ MP അടക്കമുള്ള ആളുകളുണ്ട്. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പോയത്. നിലവിൽ ഈ ഒരു പ്രതിഷേധത്തിന് അയവ് വന്നിട്ടുണ്ട്. KC വേണുഗോപാൽ MP ഇപ്പോൾ വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സേതുലക്ഷ്മി, ഓക്കെ, പേരാമ്പ്രയിലെ ഈ പ്രതിഷേധ റാലിയാണ് ഇപ്പോൾ, പ്രതിഷേധ സംഗമമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷാഫി പറമ്പിൽ MPക്ക് ഇന്നലെ പരിക്കേറ്റതിനെ കോൺഗ്രസ് അതീവ വൈകാരികമായാണ് എടുത്തിരിക്കുന്നതും. ഇന്ന് സംസ്ഥാനത്തുടനീളം ഈ പല ജില്ലകളിലും കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിൽ കാസർകോട്ടെ പ്രതിഷേധമൊക്കെ ഒരു കയ്യാങ്കളിയിലേക്കും പോലീസ് നടപടിയിലേക്കും ഒക്കെ നീങ്ങിയതുമാണ്. ഇപ്പോൾ